ഹായ് ഗൈസ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നല്ല മഴയുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ റിച്ചുട്ടൻ്റെ ബർത്ത്ഡേ കൂടിയാണ് കേട്ടോ. ഇന്ന് ജൂലൈ 6-ാം തീയതിയാണ് റിച്ചുട്ടൻ്റെ 6ാമത്തെ ബർത്ത്ഡേ കേട്ടോ. അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. വലിയ വിശേഷങ്ങളൊന്നുമില്ല, ചെറുതായിട്ടുള്ള. അപ്പം ഞാൻ അവനെ വിളിച്ചോണ്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹായ്, ഹലോ, ഹാപ്പി ബർത്ത്ഡേ. നല്ല മോനാണ് കേട്ടാ, നല്ല മോനാവട്ടെ. ഇന്നെന്താ എൻ്റെ ഹാപ്പി ബർത്ത്ഡേ തന്നെ, ഇത് നല്ല മോനാണ്. എത്രാമത്തെ ബർത്ത്ഡേ? 6ാമത്തെ. അപ്പം കുറച്ച് നേരം അവനോടൊക്കെ സംസാരിച്ചിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം ഞാൻ അവനക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള മിഠായി റെഡിയാക്കിയതാണ് കേട്ടോ. അങ്ങനെ കവർ ചെയ്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ ഇനി അവൻ്റെ ദീദി ദീദീൻ്റെ ആശംസയൊക്കെ കിട്ടിയതിന് ശേഷം പിന്നെ അവർ സ്കൂൾ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇരിക്കുക കേട്ടോ. വണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. സ്കൂൾ പോകുന്ന ടൈമിൽ നല്ല മഴ ഒന്നും കേട്ടോ. അപ്പോൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പം ഇന്നത്തെ ദിവസം ഇന്നിപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് അടുപ്പിച്ച് നല്ല മഴ തന്നെയാണ് കേട്ടോ. ഇന്നിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഇന്നിപ്പോൾ സ്കൂൾ വിട്ട് വന്നതിന് ശേഷമാണ് ഇന്ന് കേക്കൊക്കെ കട്ട് ചെയ്യാനുള്ള ഇതിൽ പ്ലാനിങ് കേട്ടോ ഉള്ളത്. അപ്പം അവരെ വണ്ടി വന്നു, അവരൊക്കെ പോയി. പിന്നെ ഇനിയിപ്പം ഞാൻ ഇതാ അവർ പോയതിന് ശേഷമുള്ള അവസ്ഥകളാണ് കേട്ടോ അത് കാണുന്നത്. ഇനിയിപ്പം ഞാനൊന്ന് ചായ കുടിച്ച് ഇനി ഇവിടെയൊക്കെ സെറ്റാക്കി വെക്കണമല്ലോ. അപ്പോൾ ഇതാ ഇന്ന് ഉഴുന്ന് ദോശയും സാമ്പാറും കേട്ടോ. അതാകുമ്പോൾ റിച്ചിട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സാമ്പാർ, ഉഴുന്ന് ദോശ, ഇഡ്ഡലി അങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ ഇഷ്ടമാണ്. അല്ലാത്ത കടികളൊന്നും അവനക്ക് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ്. പക്ഷെ നേരെ മറിച്ചാണ് മോൾക്ക്. ഇത് കാണുമ്പോൾ അവൾക്ക് ദേഷ്യം പിടിക്കുക. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ. എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഞാൻ അതിൻ്റെ ഇടയിൽ ഫോണൊക്കെ വന്നു. ഞാൻ ചായയൊക്കെ കുടിച്ചു. പിന്നെ എനിക്ക് പുറത്തൊക്കെ പോകാനുണ്ടായിന് കേട്ടോ. ആവശ്യങ്ങൾ കുറച്ച് കേക്കിന് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായി. ഞാനിവിടുന്ന് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. എപ്പോഴും നമ്മൾ പുറത്തുനിന്ന് വാങ്ങലല്ലേ. അപ്പോൾ ഇന്ന് ഞാനൊന്ന് ഉണ്ടാക്കി നോക്കാം. കുറേ ആയി കേക്ക് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇന്നൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ അതിന് പോകാൻ ഉണ്ട്. അതിൻ്റെ ഇടയിൽ വേഗം ചായ കുടിച്ച് റെഡിയായി വന്നു. പിന്നെ ഞാൻ പോയിട്ടോ. പോകുന്നതും വരുന്നൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഞാൻ വന്നതിന് ശേഷം കേക്ക് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അവർ വരുമ്പോഴത്തേന് 3:30 മണിക്ക് അവർ വന്നിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഡ്രീം കേക്കും അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിന്. അപ്പോൾ ഇതാണ് നമ്മളെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യേണ്ടി കേട്ടോ. നമ്മളെ കേക്കിൻ്റെ ലുക്കൊക്കെ എഴുത്തൊക്കെ ഭയങ്കര അപാര എഴുത്താണ് കേട്ടോ. അപ്പം സാരി നമുക്ക് വീട്ടിൽ കഴിക്കാനില്ല. അപ്പോൾ അതാ കുട്ടികളൊക്കെ റെഡിയായി സ്കൂളൊക്കെ വിട്ടെന്ന് എല്ലാവരും ഹാപ്പിയാണ് കേട്ടോ. ഭയങ്കര ചാട്ടത്തിലുണ്ടോ. കേക്ക് മുറിക്കാന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഭയങ്കര രസമാണ് കേട്ടോ അവരെ കളികളൊക്കെ കാണുമ്പോൾ. അപ്പോൾ അതാ അവർ കേക്ക് മുറിക്കാനുള്ള റെഡിയായി നിൽക്കണം. ഞാൻ മുറിക്കുന്ന ഓരോരുത്തർ പറയുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് അറിയാം, ഓരോരുത്തരുടെ ബർത്ത്ഡേ വരുമ്പം ഓരോരുത്തർക്കും ഓരോ ഈഗോ പ്രശ്നങ്ങൾ വരാനുണ്ട് കേട്ടോ. കാരണം ഗിഫ്റ്റ് കിട്ടുമ്പം ആ ആൾക്ക് സന്തോഷമാവും, മറ്റുള്ളവർക്ക് ഈഗോ ആവും കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു രസമാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ ഈ 6 പൈതങ്ങളാണ് കേട്ടോ നമ്മളെ വീട്ടിലുള്ളത്. അപ്പം 6ഉം ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ അവരെ ഹാപ്പി ആക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് റിച്ചട്ടന് കേക്കൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ മാസിക്കുട്ടനൊക്കെ കണ്ടില്ലേ, ആകാംക്ഷയോടെ കാത്തിരിക്കണം. കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ ഈനൊട്ടിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടാ. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് കേക്ക് എല്ലാവർക്കും കൊടുക്കണം കേട്ടോ. കൊടുക്കണ രംഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ. ഞങ്ങൾ ചിരിച്ച് ചാവേന് കേട്ടോ. അതുപോലെ കാണുന്നവർക്കും ചിരി വരുന്നുണ്ടാവില്ലേ. പക്ഷെ എന്താ പറയുക, അങ്ങനെയൊക്കെയാണ് അവർ. ഏതായാലും മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ, റിച്ചിട്ടന് 6 വയസ്സ് പൂർത്തിയായി. എല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. ആരോഗ്യ ആഫിയത്തോടു കൂടി ജീവിക്കട്ടെ പഠിച്ചോ. അതിനുള്ള കഴിവ് കിട്ടുക. ഇതൊന്നും ഒരു ആഘോഷമായിട്ടൊന്നും നമ്മൾ കരുതുന്നില്ല കേട്ടോ. ഇവരുടെ ഒരു സന്തോഷം അത്ര മാത്രമേ നമ്മൾ കരുതുന്നുള്ളൂ. അല്ലാതെ അതൊരു ആഘോഷമാക്കി കഴിക്കുക അങ്ങനൊന്നും വിചാരിക്കണ്ട കേട്ടോ.
നമുക്ക് ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യണം. ഇപ്പോൾ കണ്ടില്ലേ ഇവരുടെ മുഖത്തിൻ്റെ ഒരു സന്തോഷമുണ്ട്, ആ ഒരു സന്തോഷം മധുരം കഴിക്കുക എന്നുള്ളതല്ല. അപ്പോൾ അതിന് നമ്മൾ ഒരു കേക്ക് ഉണ്ടാക്കി മുറിക്കുക എന്നുള്ളൂ, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ മുട്ടായി കണ്ടിട്ട് പിന്നെ അവർക്ക് അടങ്ങില്ല കേട്ടോ, പക്ഷേ നമ്മൾ പേടിപ്പിച്ച് നിർത്തിയതാണ് കേട്ടോ. അതുകൊണ്ടാണ് ആ മുട്ടായി അങ്ങനെ ചക്രം പോലെ നിൽക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ എപ്പോഴോ കഥ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ എല്ലാവർക്കും മുറിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ, മാഷാല്ലാ. ചോക്ലേറ്റ് കേക്കിന് അപ്പം അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി സെറ്റാക്കി ഇട്ടുണ്ടായിന് കേട്ടോ. അപ്പം കുട്ടികൾക്ക് നല്ല ഹാപ്പി ആയിട്ടോ. അത് കഴിക്കണ കോലം കണ്ടില്ലേ നിങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ. അതൊക്കെ ഒരു സന്തോഷം, നമുക്കതിനൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. ഇതൊക്കെ അവരുടെ ഒരു സന്തോഷം. കുരുത്തക്കേടും ഒക്കെ ഉള്ള കുട്ടികൾ തന്നെയാണ്, പക്ഷെ എന്നാലും സന്തോഷിക്കേണ്ടടുത്ത് സന്തോഷിക്കാൻ വേണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവരെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും കേക്കൊന്നും കാണില്ല, ഇവർക്ക് പുറത്തുനിന്ന് നമ്മൾ വാങ്ങി കൊടുക്കലുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കലുമുണ്ട്, പുറത്തുനിന്ന് വാങ്ങി കൊടുക്കലുമുണ്ട് കേട്ടോ. അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് എല്ലാം ചെയ്ത് കൊടുക്കലുണ്ട് കേട്ടോ. എന്നാലും കുട്ടികളല്ലേ, നമ്മൾ വലിയവരമാതിരി ആവില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ കേട്ടോ. എല്ലാവരും കേക്കൊക്കെ കഴിച്ചു നല്ല സെറ്റായിട്ടുണ്ടായിന് കേട്ടോ. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗിഫ്റ്റുകളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ ആദ്യം വരെ തീറ്റ മത്സരം കഴിയട്ടെ കേട്ടോ, എന്നിട്ട് ഗിഫ്റ്റ് ആകാമെന്ന് പറഞ്ഞു കേട്ടോ. അതിന് മുന്നേ ഇവർക്ക് ക്ഷമ ഇല്ല കേട്ടോ, ഗിഫ്റ്റ് ആദ്യം കൈമാറുക എന്നുള്ളതിന് ഇവർക്ക് ക്ഷമ ഉണ്ടാവില്ല. അപ്പം നമ്മളെ മാസിക്കുട്ടിനൊക്കെ കണ്ടില്ലേ, കാണുമ്പോൾ എല്ലാവർക്കും ചെറി വരും കേട്ടോ, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്താ ദീദിൻ്റെ വക ആദ്യത്തെ ഗിഫ്റ്റ് കിട്ടി കേട്ടോ. അപ്പോൾ ഗിഫ്റ്റ് കിട്ടാന്ന് പറഞ്ഞാൽ നമ്മൾ റിച്ചിട്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം എനിക്ക് ടോയ്സ് എന്തെങ്കിലും ആണെങ്കിൽ അതിലേറെ ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതാ അടുത്ത ദീദിൻ്റെ വക ഗിഫ്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കണ കാണുമ്പം മറ്റുള്ളവർക്കൊരു മൂട്ടുകുത്തലൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ ഇസാൻകുട്ടൻ്റെ വക. അപ്പോൾ ഇസാൻകുട്ടനും കൊടുക്കണം കേട്ടോ. ഇസാൻകുട്ടൻ വിട്ടുന്നാണ് കേട്ടോ കൊടുക്കണത്. ഇതിപ്പോൾ കൊടുക്കണത് ഞാൻ തന്നെ എടുക്കില്ലേ എന്നുള്ള ഒരു തീരുമാനത്തിലാണ് കേട്ടോ ഇസാൻകുട്ടന്. അപ്പോൾ ഏതായാലും അതാ അമ്മക്ക് വെച്ച് നല്ല അടിപൊളിയാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ദീദിൻ്റെ ഗിഫ്റ്റ് കേട്ടോ. ഒരു ഗെയിമാണ് കേട്ടോ, ഗെയിം കളിക്കുന്ന സംഭവമാണ്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മളെ റിച്ചുട്ടിൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യട്ടോ നിങ്ങളെ അഭിപ്രായങ്ങൾ. എൻ്റെ കേക്ക് എങ്ങനെ ഉണ്ടായിന്, നമ്മളെ കുട്ടികളെ സന്തോഷം എങ്ങനെ ഉണ്ടായിന് എന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പം ബായ്, അസ്സലാമു അലൈക്കും.